അസ്സലാമു അലൈക്കും. അമാനോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വ്യത്യസ്തമായ ഒരു പുട്ടുണ്ടാക്കി നോക്കിയാലോ? പച്ചക്കപ്പ കൊണ്ട് ഒരു പുട്ട്. അരിപ്പൊടിയോ മറ്റു പൊടികളോ ഒന്നും ചേർക്കാതെ തന്നെ നമുക്കിത് വളരെ സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കപ്പ ഇതുപോലെ തൊലി കളഞ്ഞ് വൃത്തിയായി കഴുകിയെടുക്കാം. എന്നിട്ട് അതിനെ ചെറിയ സൈസിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഗ്രേറ്ററിൽ ഏറ്റവും ചെറിയ ഹോൾസാണ് ഗ്രേറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കപ്പ പൊടി പോലെ ഗ്രേറ്റ് ചെയ്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ കപ്പ ഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. കപ്പയിലെ ഈർപ്പത്തിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയാണിത്. കൂടാതെ നമുക്ക് കപ്പയിലെ പാൽ ഈസിയായി വേർതിരിച്ച് എടുക്കുവാനും ഇത് സഹായകരമാകും. കപ്പയിലെ പാൽ വേർതിരിക്കുവാൻ ഞാൻ 1 ഗ്ലാസ് വെള്ളം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കപ്പയിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കപ്പയുടെ പാൽ ഒരു അരിപ്പ വെച്ച് പിഴിഞ്ഞെടുത്ത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിത് വീഡിയോക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് കൈകൊണ്ട് നല്ലവണ്ണം പാൽ പിഴിഞ്ഞെടുക്കാം. ഈ കപ്പയുടെ പാൽ നമുക്ക് കളയണ്ട കേട്ടോ. അതുകൊണ്ട് നമുക്കൊരു അടിപൊളി സ്വീറ്റ് ഉണ്ടാക്കാം. ഈ പാൽ 2 ദിവസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ കപ്പപ്പാൽ കൊണ്ടുള്ള ഒരു സ്വീറ്റ് ആവട്ടെ എൻ്റെ അടുത്ത വീഡിയോ. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ നോക്കാം. പിഴിഞ്ഞെടുത്ത കപ്പയിലേക്ക് നിങ്ങൾ പുട്ടുണ്ടാക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കുഴച്ചെടുക്കണം. കട്ടകൾ വല്ലതും ഉണ്ടെങ്കിൽ നല്ലവണ്ണം അതിനെ ഉടച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കപ്പപ്പൊടി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുകുറ്റിയിൽ 2 ടീസ്പൂൺ തേങ്ങ ചിരകിയത് പിന്നെ 3 ടേബിൾ സ്പൂൺ കപ്പ ചിരകിയത് എന്ന അളവിൽ നിറച്ചെടുക്കാം. ഇത് വേവിച്ചെടുക്കാൻ 5 മുതൽ 8 മിനിറ്റേ വേണ്ടി വരൂ. ഇപ്പോൾ 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുട്ട് റെഡിയായോ എന്ന് നോക്കാം. ഇതാ നല്ല ആവി പറക്കുന്ന കപ്പ പുട്ട് റെഡി. ഈ കപ്പപ്പുട്ട് വെറുതെ സൈഡ് ഡിഷ് ഒന്നും ഇല്ലാതെ തന്നെ കഴിക്കുവാൻ വളരെ രുചികരമാണ്. കൂടെ നല്ല ഇറച്ചിക്കറിയോ മീൻ കറിയോ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയേണ്ടതില്ലല്ലോ. നിങ്ങൾ ഇത് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുമല്ലോ. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നതുവരെ ദിസ് ഈസ് അമാനോസ് കിച്ചൺ സൈനിങ് ഓഫ്.